നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് കൂടി കണ്ടിട്ട് ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ചോദ്യം പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഉത്തരത്തിലോട്ട് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് കൂടി സ്വയം ഒന്ന് പരിശോധിക്കുക. ഓക്കെ ആണല്ലോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ, ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് കടക്കാം. നോക്കാം. എവറി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് അമെൻമെന്റ് ഓഫ് ബൈലോ ബി സൈൻഡ് ബൈ ദ സെക്രട്ടറി ആൻഡ് ഡാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബൈലോ അമെൻമെന്റിന്റെ കേസിൽ പറഞ്ഞതാണ്, ഒരു ആപ്ലിക്കേഷൻ ഈ പറയുന്ന ജനറൽ ബോഡി റെസൊല്യൂഷൻ പാസ്സാക്കി രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. വിത്തിൻ 1 month, ഒരു മാസത്തിനകം അയച്ചു കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യേണ്ടവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സെക്രട്ടറിയും ആരൊക്കെയാണ്, അവിടെ സെക്രട്ടറി ഓൾറെഡി പറയുന്നുണ്ട്, ചോദ്യത്തിലുണ്ട്. സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്നാണോ, 2 കമ്മിറ്റി മെമ്പേഴ്സ് ചേർന്നാണോ, 1 കമ്മിറ്റി മെമ്പർ ചേർന്നാണോ, അല്ലെങ്കിൽ ഇവരാരുമല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ സൈൻ ചെയ്യേണ്ടത് സെക്രട്ടറിയും 2 കമ്മിറ്റി മെമ്പറും ചേർന്നാണ്. ഓർത്ത് വെച്ചോണേ, സെക്രട്ടറിയും 2 കമ്മിറ്റി മെമ്പറും ചേർന്നാണ് ആപ്ലിക്കേഷൻ ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ സൈൻ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? അവിടെ ആൻസർ ഓപ്ഷൻ ബി, 2 കമ്മിറ്റി മെമ്പേഴ്സ് ആണ്. ഓക്കെ ആണേ? നോക്കാം അടുത്ത ചോദ്യം. ഡാഷ് കോപ്പീസ് ഓഫ് ടെക്സ്റ്റ് ബൈലോ as it would stand after amendment should submit along with the application for its registration. ഈ പറയുന്ന ബൈലോയുടെ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷനോടൊപ്പം എത്ര കോപ്പി, ബൈലോയുടെ എത്ര കോപ്പിയാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചതാണ്. രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പിയാണ് അയച്ചു കൊടുക്കേണ്ടത്. പക്ഷേ അമെൻമെന്റ് ഓഫ് ബൈലോയുടെ കേസിൽ എത്ര കോപ്പി അയച്ചു കൊടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതാണ് 4, 3, 1 നൺ ഓഫ് ദീസ്. ഏതാണ്? 4 കോപ്പിയാണ്. ബൈലോയുടെ 4 കോപ്പിയാണ് അമെൻമെന്റ് ഓഫ് ബൈലോയ്ക്ക് വേണ്ടി അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഡാഷ് കോപ്പീസ് ഓഫ് ടെക്സ്റ്റ് ബൈലോ സ്റ്റാൻഡ് ആഫ്റ്റർ ദ അമെൻമെന്റ് ഷുഡ് സബ്മിറ്റ് അലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഫോർ ഇറ്റ്സ് രജിസ്ട്രേഷൻ. 4 കോപ്പീസ് ആണ്. അടുത്തത്, ആൻ അമെൻമെന്റ് ഓഫ് ബൈലോ ഷാൽ come into force on dash. ഒരു അമെൻമെന്റ് ഓഫ് ബൈലോ എപ്പോഴാണ് നിലവിൽ വരുന്നത്? ഈ പറയുന്ന ബൈലോ മാറ്റം വരുത്തി ഏത് സമയം മുതലാണ് വാലിഡ് ആവുന്നത്? അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ എത്ര ആയിരുന്നു? നമ്മൾ പഠിച്ചതാ. ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് നിലവിൽ വരുന്നത്, കം ഇൻ ടു ഫോഴ്സ്, അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 13. ഓക്കെ ആണല്ലോ? ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് ബൈലോ അമെൻമെന്റ് സെക്ഷൻ 13. അത് എപ്പോൾ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ എപ്പോൾ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? ദ ഡേ ഫോർവേഡ് ടു ദ രജിസ്ട്രാർ, രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കുന്ന ആ സമയം മുതലാണോ? ദ ഡേറ്റ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ്, ജനറൽ ബോഡി തീരുമാനിക്കുന്ന ആ സമയം മുതലാണോ? ദ ഡേ ഓൺ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്, രജിസ്റ്റർ ചെയ്ത ആ ദിവസം മുതലാണോ? നൺ ഓഫ് ദീസ്. ഇവയൊന്നുമല്ല. നമ്മൾ പഠിച്ചതാണ്, അമെൻമെന്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് നിലവിൽ വരുന്നത് എപ്പോൾ മുതലാണെന്ന് ചോദിച്ചാൽ ദ ഡേ ഓൺ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്, രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത ആ തീയതി മുതലാണ് ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് അമെൻമെന്റ് ഓഫ് ബൈലോ. അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ 13. അടുത്തത്, ദ റെസൊല്യൂഷൻ ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ ക്യാൻ ഫോർവേഡ് ടു ദ രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. ഈ പറയുന്ന റെസൊല്യൂഷൻ, അമെൻമെന്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷൻ ജനറൽ ബോഡി കൂടി ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് എത്ര നാൾക്കുള്ളിലകം ഫോർവേഡ് ചെയ്ത് കൊടുക്കണം എന്ന് നമ്മൾ പഠിച്ചതാണ്, വ്യക്തമായി പഠിച്ചതാണ്. എത്ര നാൾക്കുള്ളിലാണ്? 1 month, 30 days, 90 days, 50 days. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് 30 days ആണ്. നമ്മൾ പക്ഷെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്, ഈ പറയുന്ന റെസൊല്യൂഷൻ രജിസ്ട്രാർക്ക് എത്ര നാൾക്കുള്ളിലകം അയച്ചു കൊടുക്കണമെന്ന് ചോദിച്ചാൽ വിത്തിൻ 1 month, 1 മാസത്തിനകം അയച്ചു കൊടുക്കണം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, സെക്ഷൻ ഡീൽസ് വിത്ത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ, ഒരു ബൈലോയിൽ ഉൾക്കൊള്ളുന്ന ആ കണ്ടന്റുകളെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തുന്നത്? ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം, തേർഡ് ഐറ്റം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ
സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോയെ പറ്റി പറയുന്ന സെക്ഷൻ എത്ര ആണെന്നാണ് ചോദിച്ചത്. സെക്ഷൻ 13, സെക്ഷൻ 13A, 13B, 14A. നമ്മൾ വ്യക്തമായി പഠിച്ചതാണ്. സെക്ഷൻ 13A ആണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. സെക്ഷൻ 13A സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. അടുത്തത്, every proposal for amendment of bylaw can be made by passing a resolution dash majority. ഒരു ജനറൽ ബോഡിയുടെ കോറം എന്ന് പറയുന്നത് ജസ്റ്റ് അബവ് 50% ആണ് ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ എത്ര മെജോറിറ്റി മെമ്പർ പ്രസന്റ് ആയിരിക്കണം, വോട്ടായിരിക്കണം ഇൻ ദ കേസ് ഓഫ് ബൈലോ അമെൻമെന്റ്? നമ്മളവിടെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. എത്രയാണ് മെജോറിറ്റി വേണത്? 2/3 മെജോറിറ്റി ആണ്. 3/2 മെമ്പേഴ്സ് എങ്കിലും അവിടെ പ്രസന്റ് ആയിരിക്കണം, വോട്ട് ചെയ്തിരിക്കണം ഇൻ ദ കേസ് ഓഫ് പ്രപ്പോസൽ ഓഫ് ബൈലോ അമെൻമെന്റ്. ഓക്കെ ആണല്ലോ. An application to register an amendment of bylaw of a society can be disposed by the registrar within dash from the date of receipt of application. ടൈം ലിമിറ്റ് ഇല്ലേ, അതിനകത്ത് ടൈം ലിമിറ്റ് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. രജിസ്ട്രാർക്ക് 1 മാസത്തിനകം നമ്മൾ റെസൊല്യൂഷൻ അയച്ചു കൊടുക്കുന്നു. രജിസ്ട്രാർ ഈ പറയുന്ന റെസൊല്യൂഷന്മേൽ ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാകമാണ്, അതൊക്കെ ഡിസ്പോസ് ചെയ്ത് കൊടുക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാകമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതാണ് 90 ദിവസത്തിനകമാണ്. ഓക്കെ ആണല്ലോ, 90 ദിവസത്തിനുള്ളിലാണ്. അടുത്തത്, in case of denial for registration of an amendment of bylaw, the registrar shall communicate the order within dash days. ഈ പറയുന്ന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, അമെൻമെന്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർക്ക് ഈ പറയുന്ന റെസൊല്യൂഷൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. എന്നാൽ രജിസ്ട്രാർക്ക് ഈ പറയുന്ന ബൈലോ അമെൻമെന്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ല. അത് എത്ര നാൾക്കുള്ളിലകം നിരസിക്കണം എന്നാണ് ചോദ്യമെങ്കിൽ, അല്ലേ? അത് എത്ര നാൾക്കുള്ളിലകം ഈ പറയുന്ന മെമ്പേഴ്സിനെ അറിയിക്കണം എന്ന് ചോദിച്ചാൽ എത്ര നാൾക്കുള്ളിലകം അറിയിക്കണം? വിത്തിൻ 7 days. In case of denial for registration of an amendment of bylaw, the registrar shall communicate the order within 7 days. ഓക്കെ ആണല്ലോ, 7 days. അടുത്തത്, if the registrar refused to amend the bylaw of society, then the society file an appeal before. രജിസ്ട്രാർ ആണ് ഈ പറയുന്ന അമെൻമെന്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ നിരസിക്കുന്നതെങ്കിൽ നമുക്ക് ഹയർ അതോറിറ്റിയിൽ അപ്പീൽ പോകാം. രജിസ്ട്രാറിന്റെ കേസിൽ അപ്പീലിംഗ് അതോറിറ്റി ആരാണ്? രജിസ്ട്രാറിന്റെ കേസിൽ അപ്പീലിംഗ് അതോറിറ്റി ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് മുമ്പിൽ നമുക്ക് 60 ദിവസത്തിനകം അപ്പീലിന് പോകാം. The MBP of cooperative society fixed as per the MBP of cooperative society. എന്താണ് MBP? പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. MBPയുടെ ഫുൾ ഫോം മാക്സിമം ബോറോയിങ് പവർ. ഓക്കെ ആണല്ലോ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അതിന്റെ മാക്സിമം ബോറോയിങ് പവർ എവിടെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആസ് പെർ ഇറ്റ്സ് ബൈലോ. പഠിച്ചു വെച്ചോണേ, ബൈലോ. MBP, maximum borrowing power of a cooperative society, fixed as per by the bylaw. Identify which of the following is not a subject matter of bylaw. ഈ ചുവടെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ അല്ലാത്തതേത്? സെക്ഷൻ 13A റൂൾ 5 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. അതിൽ ഫസ്റ്റ് ഐറ്റം, സെക്കൻഡ് ഐറ്റം, തേർഡ് ഐറ്റം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് സൊസൈറ്റി, ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഷെയർ ക്യാപിറ്റൽ, റെമ്യൂണറേഷൻ പാക്കേജ് ടു എംപ്ലോയീസ്. നമുക്കറിയാം ഈ പറയുന്ന സബ്ജക്റ്റ് മാറ്റേഴ്സ് ആണ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് സൊസൈറ്റി, ഏരിയ ഓപ്പറേഷൻ, ഷെയർ ക്യാപിറ്റൽ, ഒബ്ജക്റ്റ്, ഇതൊക്കെ. എന്നാൽ അതിൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് റെമ്യൂണറേഷൻ പാക്കേജ് ടു എംപ്ലോയീസ്. അതാണ് ഇവിടെ ചോദ്യം. എങ്ങനെയാ? ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. ഇവിടെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. റെമ്യൂണറേഷൻ പാക്കേജ് ടു എംപ്ലോയീസ് ആണ്. അടുത്തത്, ഹു ഈസ് എംപവർഡ് ടു ഫ്രെയിം മോഡൽ ബൈലോ? റൂൾ 6 പ്രകാരം മോഡൽ ബൈലോ, ഒരു ബൈലോയുടെ മോഡൽ എങ്ങനെയാണ്? ഈ പറയുന്ന മോഡൽ ബൈലോ ഫ്രെയിം ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? മോഡൽ ബൈലോ ഫ്രെയിം ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. പഠിച്ചു വെച്ചോണേ. ഹു ഫ്രെയിം ദ മോഡൽ ബൈലോ എന്ന് ചോദ്യമെങ്കിൽ രജിസ്ട്രാർ ആണ്. മോഡൽ ബൈലോ റൂൾ 6 പ്രകാരം മോഡൽ ബൈലോ ഫ്രെയിം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ ആണ്. ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. താഴെ പറയുന്നവയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്?
കൺഫ്യൂഷൻ വരുന്നതാണ്. KCS ആക്ടും KCS റൂളും ഒക്കെ ഉണ്ട്, കോപ്പറേറ്റീവ് ലോയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ബൈലോ ആണ്. പഠിച്ചു വെച്ചോണേ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ബൈലോ ആണ്. അടുത്തത്, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. റെസൊല്യൂഷൻ ഓഫ് അമെൻമെന്റ് ഓഫ് ബൈലോ ഫോർവേഡ് ടു ദി രജിസ്ട്രാർ ഇൻ 1 month. ഓക്കെ ആണല്ലോ, നമ്മൾ പറഞ്ഞതാണ് റെസൊല്യൂഷൻ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കേണ്ടത് 1 മാസത്തിനകമാണ്. ശരിയാണ്, നല്ല ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആപ്ലിക്കേഷൻ ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ ഷുഡ് ബി ഡിസ്പോസ്ഡ് ബൈ ദി രജിസ്ട്രാർ വിത്തിൻ 90 days. ഈ പറയുന്ന അമെൻമെന്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ രജിസ്ട്രാർ തീരുമാനമെടുക്കേണ്ടത് അഥവാ രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ 90 ദിവസത്തിനുള്ളിലാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. Appeal in case of refusal of registration of amendment of bylaw can given within 60 days. ഈ പറയുന്ന റെഫ്യൂസൽ വന്നു കഴിഞ്ഞാൽ അതിന്മേൽ അപ്പീൽ പോകേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ 60 ദിവസത്തിനുള്ളിലാണ്. അതും ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫീ ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ ₹500. ഒരു ബൈലോ അമെൻമെന്റിന്റെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ ₹500 ആണ്, 500 രൂപയാണ്. ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റും ശരിയായതാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ആർ കറക്റ്റ്, ഓൾ ആർ ഇൻകറക്റ്റ്. ഇതാണ് ശരി, ഓൾ ആർ കറക്റ്റ് അല്ലേ? എല്ലാ സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ദ ലയബിലിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ചേഞ്ച് ബൈ ഡാഷ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ പറയുന്ന ലയബിലിറ്റി ചേഞ്ച് ചെയ്യണം, അഥവാ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യണം. ഇതെന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ എന്തിനാണ് മാറ്റം വരുത്തേണ്ടത് ചോദിച്ചാൽ ബൈലോയിലാണ് മാറ്റം വരുത്തേണ്ടത്. ഓക്കെ ആണല്ലോ, കാരണം നമ്മൾ പഠിച്ചതാണ് ബൈലോയിലുള്ള സബ്ജക്റ്റ് മാറ്റേഴ്സ്. ഫസ്റ്റ് ആയിട്ട് നെയിം ആൻഡ് അഡ്രസ് ഓഫ് സൊസൈറ്റി, ഏരിയ ഓപ്പറേഷൻ, ഒബ്ജക്റ്റ്, ഷെയർ ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്കിൽ അവിടെ എന്ത് മാറ്റം വരുത്തിയാൽ മതി? അതിന്റെ ബൈലോ മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ ആണല്ലോ. ദ ലയബിലിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഇറ്റ്സ് എന്താണ്? എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ബൈലോ അമെൻമെന്റിലൂടെയാണ് മാറ്റം വരുത്തേണ്ടത്. ഓക്കെ ആണേ. അടുത്തത്, വിച്ച് പെയർ ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്? ഈ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. സെക്ഷൻ 13 ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് അമെൻമെന്റ് ഓഫ് ബൈലോ ശരിയാണ്, ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്ഷൻ 13 റൂൾ 6 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ശരിയാണോ? സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോയുടെ സെക്ഷൻ എങ്ങനെയായിരുന്നു? സെക്ഷൻ 13A റൂൾ 5 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. റൂൾ 8 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ശരിയാണോ? അല്ല. റൂൾ 8 എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറൽ ബോഡിയാണ്. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡിയാണ്. റൂൾ 8A ആണ് ആനുവൽ ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ടുള്ളതാണ്. സെക്ഷൻ 12 റൂൾ 9 ബൈലോ അമെൻമെന്റ് നമ്മൾ പഠിച്ചതാണ്, വ്യക്തമായിട്ട് പഠിച്ചതാണ്. ബൈലോ അമെൻമെന്റിന്റെ സെക്ഷൻ ആണ് സെക്ഷൻ 12. അതുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 9. അപ്പൊ ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ചോദ്യം എന്താണ്? വിച്ച് പെയർ ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്? തെറ്റായിട്ട് ചെയ്തിട്ടുള്ള പെയർ ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ബിയും സിയുമാണ് തെറ്റ്. ഓക്കെ ആണല്ലോ. ആട്ടെ, ഓപ്ഷൻ ഡി, ബി ആൻഡ് സി ആർ ഇൻകറക്റ്റ്. ഓക്കെ ആണല്ലോ. ബിയും സിയുമാണ് അവിടെ ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ ഇഫ് ദ മെമ്പർ ഡാഷ് റെസൊല്യൂഷൻ ഷാൽ ബി ഇന്റിമേറ്റഡ് പേഴ്സണലി. അമെൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പറയുന്ന മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്യണം. 500-ൽ താഴെയാണെങ്കിൽ എങ്ങനെ, 500-ൽ മുകളിലാണെങ്കിൽ എങ്ങനെ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എങ്ങനെയാണ്? റെസൊല്യൂഷൻ ഷാൽ ബി ഇന്റിമേറ്റഡ് പേഴ്സണലി. മെമ്പേഴ്സിന് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് അറിയിക്കേണ്ടത് എത്രയിൽ മെമ്പർ ആകുമ്പോഴാണ്? എങ്ങനെ, ഏത് കേസിലാണ്? എങ്ങനെയാണ്? അതാണ് ബിലോ 500. ടോട്ടൽ മെമ്പേഴ്സ് 500-ൽ താഴെയാണെങ്കിലാണ് ഈ പറയുന്ന മെമ്പേഴ്സിന് പേഴ്സണലായിട്ട് അറിയിക്കേണ്ടത്. ഓക്കെ ആണ്. ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ ഇഫ് മെമ്പർ ഡാഷ് റെസൊല്യൂഷൻ ഷാൽ ബി പബ്ലിഷ്ഡ് ഇൻ 2 വെർനാക്കുലർ ഡെയിലീസ്. 2 പ്രാദേശിക പത്രത്തിൽ പരസ്യം ചെയ്യണം. ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യം ചെയ്യണം. 2
അവിടെ പ്രസിദ്ധീകരണമുള്ള നല്ല രീതിയിൽ പ്രസിദ്ധീകരണമുള്ള 2 പത്രത്തിൽ പരസ്യം ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞതാണ്. അത് മെമ്പേഴ്സ് എങ്ങനെയുള്ള കേസിലാണ്? മോർ ദാൻ 500 അല്ലേ, 500-ൽ മുകളിലാണ് ടോട്ടൽ മെമ്പേഴ്സ് എങ്കിൽ 2 വെർനാക്കുലർ ഡെയിലീസിൽ പരസ്യം ചെയ്യണം. Who is competent authority to register the amendment of bylaw of an apex society? ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട who is a competent authority to register the amendment of bylaw of apex society? ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്നാണ് ചോദ്യം. ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ കേസിൽ ബൈലോ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ഓർത്തു വെച്ചോണേ, അപ്പെക്സ് സൊസൈറ്റിയുടെ കേസിൽ ബൈലോ അമെൻഡ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. അടുത്തത്, who is a competent authority to register the amendment of bylaw of society having the area operation 1 district? ഒരു ജില്ലയാണ് ആ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയെങ്കിൽ ആ ഒരു ജില്ല പ്രവർത്തന പരിധിയുള്ള സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഏത് രജിസ്ട്രാർക്കാണെന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചോണം, ജോയിന്റ് രജിസ്ട്രാർക്കാണ്. ഓക്കെ ആണല്ലോ. ഒരു ജില്ല ഏരിയ ഓപ്പറേഷൻ ഉള്ള ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ജോയിന്റ് രജിസ്ട്രാർക്കാണ്. അടുത്തത്, ദ ഫീ ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ ഓഫ് വനിത SC ST ആൻഡ് സ്കൂൾ സൊസൈറ്റി. ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് 2 ഫീസ് നമ്മൾ പഠിച്ചുള്ളൂ, 500ഉം 50. 500 അമെൻമെന്റ് ഓഫ് ബൈലോയുടെ ഫീസ്, ജനറൽ ആയിട്ടുള്ള ഫീസാണ് 500 രൂപ. പക്ഷെ വനിത, സ്കൂൾ, SC STയുടെ കേസിൽ എത്ര രൂപയാണ് ബൈലോ അമെൻമെന്റ് ഫീസ്? 50 രൂപയാണ്. പഠിച്ചു വെച്ചോണേ, 50 രൂപയാണ്. അടുത്തത്, അമെൻമെന്റ് ഓഫ് ബൈലോ മീൻസ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡാഷ്, ചേഞ്ച് ഇൻ ഇറ്റ്സ് മാനേജ്മെന്റ്, ചേഞ്ച് മെമ്പേഴ്സ്, ചേഞ്ച് ആക്ട് ആൻഡ് റൂള്, ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ബൈലോ അമെൻമെന്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനു മാറ്റം വരുത്തുകയാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് ബൈലോ എന്ന് പറയുന്നത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ബൈലോ അമെൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ, ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തത്, if the total membership is below 500, the notice for amended be intimated to the member by means of. ടോട്ടൽ മെമ്പേഴ്സ് 500-ൽ താഴെയാണെങ്കിൽ വ്യക്തിപരമായിട്ട് ഈ പറയുന്ന വിവരം, അമെൻമെന്റ് ഓഫ് ബൈലോയുമായിട്ടുള്ള വിവരം അറിയിക്കണമെന്നാണ് നമ്മൾ പഠിച്ചത്. ഏതെല്ലാം കേസുകളിൽ? ഇൻ പേഴ്സൺ, വ്യക്തിപരമായിട്ട്, രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അയക്കണം, ഹൈക്കോർട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കൊറിയർ സർവീസ് വഴി അയക്കണം, അല്ലേ? ഈ 3 കേസ് ശരിയാണ്. ഇവിടെ ആൻസർ എന്തുവാണ്? ഓൾ ഓഫ് ദി എബവ് ആണ്. ഈ 3 കേസിൽ നമ്മൾ ഈ പറയുന്ന ഇന്റിമേഷൻ മെമ്പേഴ്സിന് കൊടുക്കാറുണ്ട്. അമെൻമെന്റ് ഷാൽ ബി വാലിഡ് വെൻ ഇറ്റ് ഈസ് ഡാഷ്. അമെൻമെന്റ് എപ്പോൾ മുതലാണ് വാലിഡ് ആവുന്നത്? റെസൊല്യൂഷൻ പാസ്സാക്കി ജനറൽ ബോഡി കൂടി അവിടെ തീരുമാനം എടുത്ത് വെച്ചത് കൊണ്ട് ബൈലോ അമെൻഡ് ആവുമോ? അല്ല. നമ്മൾ പഠിച്ചതാണ് എപ്പോൾ മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. എപ്പോൾ മുതലാണ്? വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യുന്ന ആ സമയം മുതലാണ് ബൈലോ അമെൻമെന്റ് വാലിഡ് ആവുന്നത്. Dash is an action taken by the aggrieved party if the decision not taken within the time limit. ഓക്കെ, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. അപ്പീലും റെപ്രസെന്റേഷനും. ഓക്കെ ആണല്ലോ. അപ്പീൽ എന്താണ്, റെപ്രസെന്റേഷൻ എന്താണ്? നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പീൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മേൽ തീരുമാനമെടുത്ത് ആ തീരുമാനം നിരസിക്കുകയാണെങ്കിൽ അതിന്മേൽ നമ്മൾ ഹയർ അതോറിറ്റിക്കിലെ അതൊന്നുകൂടെ പരിഗണിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പീൽ പോകാറുണ്ട്. അത് അപ്പീൽ. എന്നാൽ റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ 90 ദിവസത്തിനകമാണ് ബൈലോ അമെൻമെന്റ് ചെയ്തു കൊടുക്കേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടത് 90 ദിവസത്തിനുള്ളിലാണ്. ഈ 90 ദിവസത്തിനുള്ളിൽ ഒന്നും തന്നെ ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല, രജിസ്ട്രാർ തയ്യാറാവുന്നില്ല, യാതൊരുവിധ അനക്കവും അവിടെ നിന്ന് വരുന്നില്ല. ആ സാഹചര്യത്തിൽ അതൊന്ന് എന്താണെന്ന് നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും ഒരു അറിയിപ്പായിട്ട് കൊടുക്കുന്നതാണ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. Dash is an action taken by the aggrieved party by the decision is not taken within the time limit. യാതൊരുവിധ ഡിസിഷനും എടുക്കാത്ത പക്ഷം നമ്മൾ ഏത് രീതിയിലാണ്, എങ്ങനെയുള്ള ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം അത് പറ്റില്ല, അതിൽ വേറൊരു തീരുമാനം എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഹയർ അതോറിറ്റിക്ക് പോവുകയാണെങ്കിൽ അത് അപ്പീല്. യാതൊരുവിധ ഡിസിഷനും എടുക്കാതെ സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന കേസുകളിൽ അതൊന്ന് നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് റെപ്രസെന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങൾ, ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് 25 ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പം ഇനിയും നമ്മൾ ഓരോരോ ടോപ്പിക്കുമായിട്ടൊക്കെ മുന്നോട്ട് വരാം. നമ്മൾ ഈ പറയുന്ന സൂപ്പർ 5 സീരീസ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ ഉദ്ദേശിച്ചാണ് അങ്ങനെയുള്ള ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഈ പറയുന്ന കേരള ബാങ്ക് ക്ലർക്ക് ആൻഡ് കാഷ്യറിനും ഈ പറയുന്ന സൂപ്പർ 5 സീരീസ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് വേറൊരു ക്ലാസ്സുമായിട്ട് പിന്നീട് കാണാം. നന്ദി.